അഡ്വക്കേറ്റ് അരുൺകുമാർ, അതാണ് ഇപ്പോൾ കേന്ദ്രത്തെ പഴിക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ നിയമസഭയിൽ വെച്ചു എന്ന് പറയുമ്പോൾ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ച കത്തിൻ്റെ വിവരങ്ങളും പറയുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരുന്ന കണക്കിനും ഒരു വിശദീകരണം വേണ്ടതുണ്ട്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമുണ്ടോ ഇവിടെ കേരളത്തിന്? ഞാനിതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട മറ്റു പ്രതിനിധികൾ പറഞ്ഞ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ പ്രതിനിധി തന്നെയാണ്. സുരേഷ് ഗോപി അങ്ങ് ഡൽഹിയിൽ പോയി എല്ലാ കാര്യസാധ്യതയും നടത്തിയിട്ട് സമരപ്പന്തലിൽ വന്നെല്ലാം വിശദീകരിച്ചില്ലേ എന്നാണ് പറഞ്ഞത്. എന്താ വിശദീകരിച്ചത്? ഒരു കേന്ദ്ര സ്കീമിൽ, ആ സ്കീമിൽപ്പെട്ട തൊഴിലാളികളെ, വോളണ്ടിയേഴ്സിനെ ജീവനക്കാരാക്കി മാറ്റാനും അവർക്ക് ശമ്പളം കൊടുക്കാനും ഇവിടെ ശ്രീമതി വീണ ജോർജും ശിവൻകുട്ടിയും വിചാരിച്ചാൽ നടക്കും. അത് അവർ വിചാരിക്കാത്തതുകൊണ്ടാണ് എന്നതാണ് ഇന്നലെ വന്ന് പറഞ്ഞ എക്സ്പ്ലനേഷൻ. ഒരു കേന്ദ്ര സ്കീമിൽ ഒരു സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഡൽഹിയിൽ പോയത് ശരിയാണ്. ഇവിടെ വന്ന് നുണ പറയാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ, ആ സമരത്തിലിരിക്കുന്നവരെ വീണ്ടും വീണ്ടും ആശ കൊടുക്കുന്ന ഒരു ഇടപെടൽ മാത്രമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്തത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ആശാ വർക്കേഴ്സിന് ഗുണം കിട്ടുന്ന ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതേപോലെ ആദ്യഘട്ടം മുതൽ 31 ദിവസമായി സമരം ഇരിക്കുന്നു. ആ സമരത്തിന്റെ ഭാഗമായി ഒരു ചർച്ചയും നടത്തിയില്ല, ഗവൺമെന്റ് മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഏതായാലും സമരസമിതിയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ പറഞ്ഞു 15-ാം തീയതി ഒരു ചർച്ചയുണ്ടായിരുന്നു. അത് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 16-ാം തീയതി മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു. ആ മന്ത്രിയായിട്ട് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു ഈ വിഷയങ്ങളിൽ ഹോണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം ഇപ്പൊ പരിശോധിക്കാനോ പരിഗണിക്കാനോ കഴിയില്ല, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതാണ്. മറ്റ് ഇൻസെന്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കേന്ദ്രവും അത് അനുഭാവപൂർവ്വമായി പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വലിയ സമരങ്ങൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിഗണന വരട്ടെ. ചെയ്യാൻ കഴിയുന്ന കുടിശ്ശിക, ഹോണറേറിയം ആയാലും ഇൻസെന്റീവ് ആയാലും കുടിശ്ശികയുള്ളത് വിതരണം ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി 6-ാം തീയതി തന്നെ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. 2 ആഴ്ചയാണ് ആ കമ്മിറ്റിക്ക് സമയം കൊടുത്തത്. ഫെബ്രുവരി മാസം 20-ാം തീയതിക്കുള്ളിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വന്നാൽ കുടിശ്ശിക കൃത്യമായിട്ട് വിതരണം ചെയ്യാം. അത്തരം കാര്യങ്ങളെല്ലാം സമരസമിതിയുമായി മന്ത്രി കൺവേ ചെയ്തതാണ്, ബോധ്യപ്പെടുത്തിയതാണ്. അതിനുശേഷം ഞങ്ങൾ പരിഗണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോയി. പിന്നെ സമരം തുടരുന്ന സാഹചര്യമാണ്. ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം നിലവിലുള്ള PSC ചെയർമാനും വലിയ തോതിൽ അവർക്ക് അവരുടെ തുക കൂട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് KV തോമസിന്റെ യാത്രാബത്ത കൂട്ടിക്കൊടുക്കാൻ സാധിക്കും. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ കുറച്ച് ഞെരുക്കത്തിലാണ് എന്ന് വിശദീകരിക്കുമ്പോൾ നിങ്ങളെ പല ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഇടത് നിലപാടുള്ളവർ പോലും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സർക്കാരിന് ഒപ്പം നിൽക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അരുന്ധതി റോയ് കഴിഞ്ഞ വനിതാ ദിനത്തിൽ ആശാ വർക്കർമാരുടെ സമരത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ലോകത്ത് മുഴുവൻ പിന്തുണയും നിങ്ങൾക്ക് നൽകേണ്ടതുണ്ട്, സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ നൽകേണ്ടതുണ്ട് എന്ന് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്ന് ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ തീവ്ര വലതുപക്ഷത്തേക്ക് നീങ്ങുമ്പോൾ എൻ്റെ കേരളത്തിലെ ജനങ്ങളും സർക്കാരും ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അങ്ങനെ അരുന്ധതി റോയ് എന്തുകൊണ്ട് പറയുന്നു ആശാ വർക്കർമാരുടെ സമരം ഒരു കള്ള സമരമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ? അങ്ങനെയല്ല എന്നാണ് സാമാന്യ ജനത്തിൻ്റെ ബോധ്യം, നിങ്ങളെ പല ഘട്ടങ്ങളിലും പിന്തുണച്ചുള്ളവരുടെ ബോധ്യം. അല്ല, ഈ ചർച്ച 10-20 ദിവസമായില്ലേ തുടങ്ങിയിട്ട്? ഇതുവരെ ഇതിന്റെ ബേസിക് അങ്ങേക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്തായാലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അങ്ങേക്ക് മനസ്സിലാവും. നിങ്ങൾ തന്നെ നിയമസഭയിൽ മറ്റൊരു സർക്കാർ ഭരിക്കുമ്പോൾ, UDF സർക്കാർ ഭരിക്കുമ്പോൾ ഓണറേറിയം കൂട്ടുന്ന കാര്യത്തിൽ നിയമസഭയിൽ ആവശ്യപ്പെടുക, അതിനുശേഷം ഈ സമരം ആശാവർക്കർമാർ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ സമരം ചെയ്യുമ്പോൾ ഇവിടെ വർധന നടക്കില്ല എന്ന് പറയുക, ഇതിനെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കാനാണ്? നിങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഓണറേറിയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങ് മര്യാദ കേട് കാണിക്കരുത്. മറ്റുള്ളവർ ചർച്ച നടത്തുമ്പോൾ ഒരു ഇടപെടലുമില്ല. എൻ്റെ ഓരോ മറുപടിക്കും താങ്കൾ ഇടപെടുകയാണ്. ദയവായി ഇത്തരത്തിൽ മര്യാദകേട് എന്നോട് കാണിക്കരുത്. ഞാൻ ലാസ്റ്റായിട്ട് പറയുകയാണ്, ഇവിടെ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലും കേരളം കൊടുക്കുന്ന ഓണറേറിയം ഇല്ല. ഈ ഗവൺമെന്റ് വരുമ്പോൾ ഓണറേറിയം വെറും 1000 രൂപയായിരുന്നു. ആ 1000 രൂപ 7000 രൂപയാക്കി 7 ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് പടിപടിയായി ഈ ഗവൺമെന്റ് ആണ്. ഇതിനു മുമ്പ് 5 വർഷം UDF ഇവിടെ ഭരിച്ചു. നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തു? 1000 ആക്കിയത് എത്രയിൽ നിന്നാണ്? ഏത് വർഷമാണ്? 300-ൽ നിന്ന്
300-ൽ നിന്ന് 400, 400-ൽ നിന്ന് 500, 500-ൽ നിന്ന് 600, അങ്ങനെ 100 രൂപ വീതമാണ് വർദ്ധിപ്പിച്ചത്. അവസാനം ഒരു 200 രൂപ വർദ്ധിപ്പിച്ചിട്ട് അത് കൊടുത്തില്ല. അത് വിതരണം ചെയ്തത് ഒന്നാം പിണറായി 2015-ൽ കേൾക്കൂ, താങ്കൾ കേൾക്കൂ. എന്തിനാണ് ഞാൻ പറയുന്നതിന് മാത്രം എന്തിനാണ് താങ്കൾക്ക് ഈ ഉപചോദ്യം? ചോദിച്ചോളൂ, കേൾക്കൂ. അവസാനം 800-ൽ നിന്ന് 1000 ആക്കി. 2015-ൽ ഒന്നാം പിണറായി സർക്കാർ വന്ന് 2016-ലല്ലേ? 2015-ൽ UDF 800-ൽ നിന്ന് 1000 ആക്കി 200 വർദ്ധിപ്പിച്ചു. അത് വിതരണം ചെയ്ത് 2025-ൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മുടെ ജീവിത ചെലവ് എന്താണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ അരുൺ. 13,200 കൊടുക്കുന്നുണ്ടല്ലോ, 13,200 കൊണ്ട് നന്നായി ജീവിക്കുന്നുണ്ടല്ലോ എന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നു ഒരു ഇടത് നേതാവിന്? അങ്ങനെയൊന്നും നന്നായി ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ താങ്കളുടെ സംഭാവനയാണ്. വ്യാജമായിട്ടുള്ള സമരം എന്ന് ഞാൻ പറഞ്ഞു എന്ന് താങ്കളുടെ സംഭാവനയാണ്. കുറെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടാകും. അത് മുഴുവൻ എന്റെ തലയിലേക്ക് വെക്കണ്ട. ഞാൻ പറയുന്ന ഓരോ വാക്കിനും വാചകത്തിന് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ എന്നുള്ളതല്ല, നിങ്ങളുടെ പാർട്ടിയിലെ വിവിധ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളോടാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ പറഞ്ഞു എന്നല്ല. അത് പ്രതികരണം അല്ലല്ല, ആ പ്രതികരണത്തിന് മറുപടി കൃത്യമായിട്ടുണ്ട്. ഇവിടെ ഈ ചർച്ചയുടെ ഭാഗമായി വ്യാജ സമരമെന്നോ 13,500 രൂപയ്ക്ക് നന്നായി ജീവിക്കുന്നുണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല. താങ്കൾക്ക് CPM പ്രതിനിധിയുടെ തലയിലേക്ക് ഇത് കെട്ടിവെക്കാൻ എഴുതിക്കൊണ്ട് വന്ന വാചകം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല. അരുൺകുമാർ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. അരുൺകുമാർ, താങ്കൾ കേൾക്കൂ. ഏത് ചോദ്യത്തിനും അല്ല, താങ്കൾ കേൾക്കൂ. താങ്കളുടെ ഏത് ചോദ്യത്തിനും അന്തസ്സായി മറുപടി പറയാനുള്ള ധൈര്യവും അതിനുള്ള ആർജവം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ഓരോ ചോദ്യത്തിനും താങ്കൾ എന്റെ മറുപടി തടസ്സപ്പെടുത്തിയല്ല വേണ്ടത്. UDF ഗവൺമെന്റ് ഓരോ വർഷം 100 രൂപയാണ് വർദ്ധിപ്പിച്ചതെങ്കിൽ LDF ഗവൺമെന്റ് ഓരോ വർഷം 1000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്രം നമ്മുടെ ഒരു തരത്തിലുള്ള ആവശ്യവും പരിഗണിക്കാതെ വരുന്ന സാഹചര്യത്തിൽ തൽക്കാലം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ താങ്കൾ പറയുന്നു PSC വർദ്ധിപ്പിച്ചില്ലേ? 2015 മുതൽ ജില്ലാ ജഡ്ജിമാരുടെ കാറ്റഗറി പ്രകാരം 9 വർഷമായി തടഞ്ഞു വെച്ച ശമ്പളം വർദ്ധിപ്പിച്ചതിനെ താങ്കൾ താരതമ്യപ്പെടുത്തുകയാണ്. മറ്റേതെങ്കിലും മേഖലയിൽ വർദ്ധിപ്പിച്ചതിനെ താരതമ്യപ്പെടുത്തുകയാണ്. ഇവിടെ കേന്ദ്ര സ്കീം, കേന്ദ്ര നയം, കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള നിർദ്ദേശം അത് പാലിച്ചുകൊണ്ടും ഒരു സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്ത് മുന്നേറുകയാണ്. ഇതുകൊണ്ട് കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് വലിയ ഇടപെടൽ സംഘടനയുടെ സമരമെന്നും ഇവിടെ എന്ത് തരത്തിൽ ആണ് ഇവർ പൈസ ശേഖരിക്കുന്നതെന്നാണ് പറഞ്ഞത്? പാട്ടപ്പിരിവ് അല്ലേ? പാട്ടപ്പിരിവിനെയൊക്കെ എന്ന് മുതലാണ് CPM ഒക്കെ പുച്ഛിക്കാൻ തുടങ്ങിയത്? അതൊരു മോശം പിരിവാണോ? ആ പിരിവ് നടന്നിട്ടുണ്ട്, ശരിയാണ്. അങ്ങനെ പിരിവെടുത്ത് തന്നെയാണ് അവർ സമരം ചെയ്യുന്നത്. ഈ പറഞ്ഞ അവർ സമരം ചെയ്യട്ടെ, സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പോ ഇത് കേന്ദ്ര സ്കീമാണെന്നും കേന്ദ്രമാണ് ഇതിൽ വർദ്ധിപ്പിക്കേണ്ടതെന്നും ഇതിന്റെ നിർദ്ദേശം തരേണ്ട കേന്ദ്രമാണെന്നും ഒക്കെ സമ്മതിച്ചല്ലോ. സംസ്ഥാന ഗവൺമെന്റിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു. ഈ കാര്യം 16/2/2025 തന്നെ ഈ സമരസമിതി നേതാക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തിയ സമരത്തെ ഇപ്പോൾ തള്ളിക്കളയുന്നുള്ളൂ. ഈ ഹരിയാനയിലേക്ക് സമരം വെറുതെ ആയിരുന്നു അല്ലേ? അത് ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെയാണോ? അല്ല, അതൊക്കെ താങ്കളുടെ സംഭാവനയാണ്. ഓണറേറിയം വർധന ആവശ്യപ്പെട്ട് ഹരിയാനയിൽ നടത്തിയ സമരം അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് കേന്ദ്രം തീരുമാനിക്കേണ്ട കാര്യമാകുമ്പോൾ എങ്ങനെയാണ് ഒരു സംസ്ഥാന സർക്കാർ സമരം ചെയ്യുക? അല്ല, ശ്രീമതി സ്മൃതി പരുത്തിക്കാട്, സമരം എന്ന് പറഞ്ഞാൽ ഏത് തൊഴിലാളിക്കും ഏത് സംഘടനയ്ക്കും ജീവനക്കാർക്കും എല്ലാം നടത്താം. അവർക്ക് ആ നിലനിൽക്കുന്ന സാഹചര്യമായി സമരപ്പെടാൻ പറ്റിയില്ലേ? സമരങ്ങൾ നടത്താം. ആ സമരം ചിലത് വിജയിക്കും, ചിലത് വിജയിക്കാതിരിക്കും. തുടർ സമരം, ദീർഘകാല ലക്ഷ്യ സമരമുണ്ട്, ഹ്രസ്വകാല ലക്ഷ്യ സമരങ്ങളുണ്ട്. സമരങ്ങൾ ഇപ്പൊ ഡൽഹിയിൽ പോയി CITU ഈ നവംബറിൽ വലിയ സമരം നടത്തി. അവർ അടുത്ത സമരത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഫെബ്രുവരി 6ഉം 7ഉം രാപ്പകൽ സമരമടക്കം CITU നടത്തിയില്ലേ? INTUC ഇപ്പൊ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമരങ്ങളൊക്കെ അതാത് സംഘടനകൾ അവർക്ക് നടത്താൻ എല്ലാ ജനാധിപത്യ നിങ്ങളുടെ ഈ വാദങ്ങളെ നിങ്ങളുടെ ഘടകകക്ഷിയായ CPI എങ്കിലും കുറച്ച് ചുരുങ്ങിയത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ശ്രീ അരുൺകുമാർ, ചുരുങ്ങിയത് ആനി രാജയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ആനി രാജയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. LDF-നോട് സഹകരിക്കുന്ന കക്ഷികൾക്കും ബോധ്യമുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് വ്യത്യസ്തമായ പ്രതികരണങ്ങൾ വരുന്നത്. തിരിച്ചെത്താം. Debate with Smriti Parittikad.